നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടാരോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. രണ്ടിൻ്റെയും ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. ഒരു ചീട്ട് കൊട്ടാരം പോലെ പ്രധാനപ്പെട്ട ഒരു തടസ്സം നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ മാറിപ്പോകുന്നു. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വായനയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ പരിപൂർണമായിട്ടുള്ള ഊർജം തന്നെയാണ്. ഈ പ്രണയബന്ധത്തിൽ ഇനി പുതിയതായിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ? എന്തൊക്കെ മാറ്റങ്ങളാണ് വഴിത്തിരിവുകളായി വന്നിട്ടുള്ളത്? ഇവയെല്ലാമാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാനായിട്ട് സാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ഏറെ കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റത്തെയും, അതൊരു പ്രണയബന്ധമാണെങ്കിൽ വിവാഹത്തിലേക്കും, വിവാഹബന്ധമാണെങ്കിൽ അത് പരിപൂർണമായിട്ടുള്ള വിജയകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിലേക്കും പോകുന്ന രീതിയിലാണ് ഇന്നത്തെ വായനയിലൂടെ നമുക്ക് ലഭ്യമാകുന്ന എനർജികൾ. വളരെ കാലചക്രം അനുകൂലമാവുകയും വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ് നിങ്ങളെ തേടി എത്തുവാനായിട്ട് പോകുന്നത്. പോസിറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ അത് ഈ വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിൽ വന്നിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. ആ ഒരു മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ടും ആത്മീയപരമായിട്ടും വ്യക്തിപരമായിട്ടുമുള്ള രീതിയിൽ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. ഇന്നത്തെ ഊർജ്ജത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു യാത്രയെയാണ്. യാത്ര എന്ന് പറയുമ്പോൾ അത് ഈ വ്യക്തി ദൂരസ്ഥലത്തായിരിക്കാം, നിങ്ങളെ കാണുവാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയായിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുവാനും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും നേരിട്ട് സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടുന്ന ഒരു സാഹചര്യവും കൂടിയായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ കാർഡ്സിലൂടെ നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സ്പിരിച്വൽ പരമായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങളും ഭൗതിക സുഖങ്ങളോട് ഉള്ള ആ ഒരു താല്പര്യം, അല്ലെങ്കിൽ ഭൗതിക സുഖങ്ങളോട് നിങ്ങൾക്ക് വളരെയധികം താല്പര്യം തോന്നിപ്പിക്കുന്ന ഒരു സമയവും കൂടിയായിട്ട് കാണിക്കുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് കമ്മിറ്റഡായി കുട്ടികളൊക്കെയായി സന്തോഷപൂർവ്വം ജീവിക്കാൻ കഴിയണം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതേ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് തന്നെയാണ് ഈ വ്യക്തിക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം ഈ വ്യക്തി മറ്റു പല കാര്യങ്ങളുടെയും പുറകെ ആയിരിക്കാം സഞ്ചരിച്ചു കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലായിരിക്കാം പരിപൂർണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ്. ഇവിടെ അമ്മയാവുക, അല്ലെങ്കിൽ പാരന്റിങ്, അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളെ പ്രപ്പോസ് ചെയ്യുക, കണ്ടുമുട്ടുക, ഒരു യാത്ര, ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ പേഴ്സൺ മറ്റു പലവരോടും നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിട്ടും, ഈ ഒരു പ്രണയബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിലേക്ക് ഒരു വ്യക്തത ലഭിക്കുവാനായിട്ട് ഈ വ്യക്തി വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വ്യക്തത എന്ന് പറയുന്നത് ഇതിൽ തീർച്ചയായിട്ടും ഉറച്ചു നിൽക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്ന് വിട്ടുമാറിപ്പോകാനോ വിട്ടുപിരിയാനോ, ഈ ഒരു ബന്ധം വേണ്ട എന്ന് വെക്കാനോ, അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടത്തേക്ക് വേണ്ട എന്ന് വെക്കാനോ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ഈ പേഴ്സൺ ഇല്ല. നിങ്ങളുമായിട്ട് പരിപൂർണമായിട്ടും കണക്റ്റ് ആയിട്ട് നിൽക്കാൻ തന്നെയാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ വ്യക്തി ഒറ്റപ്പെടൽ കുറച്ച് നാളുകളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ വ്യക്തി ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ടാകാം. അത് സാമ്പത്തികപരമായിട്ടും സൽപ്പേരാണെങ്കിലും പുതിയൊരു ഭവനമാകാം, വാഹനമാകാം, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സന് പലതരത്തിലുള്ള തീരുമാനങ്ങളും സ്വപ്നങ്ങളും ഒരുപാട് കണക്ക് കൂട്ടലുകളും ഉണ്ടായിരുന്നു. അതിൽ ഭൂരിഭാഗം കാര്യങ്ങളും ഈ വ്യക്തിക്ക് യാഥാർത്ഥ്യമാക്കി എടുക്കുവാൻ സാധിച്ചു. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം കുറച്ച് നാളത്തേക്ക് വേണ്ട എന്ന് വെക്കാം, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റിവെക്കാം എന്നിങ്ങനെയുള്ള ഒരു ചിന്താഗതിയായിരുന്നു ഈ പേഴ്സന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പേഴ്സന്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഈ പേഴ്സൺ തീരുമാനിച്ചിട്ടുള്ളതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങളുടെ കാര്യത്തിലും ഈ പ്രണയബന്ധത്തിലും ഈ വ്യക്തിക്ക് അത്രക്കങ്ങോട്ട് വിചാരിച്ചതുപോലെ പ്രാവർത്തികമാക്കി എടുക്കുവാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് തീർത്തും ഈ വ്യക്തിയെ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്.
അതുകൊണ്ട് തന്നെയാണ് വളരെയധികം തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ട് പോലും ആ തടസ്സങ്ങളെയെല്ലാം നല്ല രീതിയിൽ തന്നെ മറികടക്കുവാനായിട്ടുള്ള ഊർജം നിങ്ങൾക്ക് രണ്ടു പേർക്കും പ്രപഞ്ചശക്തി തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു തടസ്സം, അതായത് ഈ വ്യക്തിയുടെ വേറെ പല കാര്യങ്ങളിലും യാതൊരു തരത്തിലുള്ള തടസ്സവും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നില്ല. അത് ഇപ്പം ഈ പറഞ്ഞ പോലെ ജോലി സംബന്ധമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള മേഖലകളിലൊക്കെയും ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ആർജവവും ഊർജവവും ഇഷ്ടവും താല്പര്യങ്ങളും എല്ലാം തന്നെ ഉന്നയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ വിജയത്തിൽ കൊണ്ടുവരാനായിട്ടും സാധിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിലും ഈ പ്രണയബന്ധത്തിലും വളരെയധികം ഉദിച്ചു നിൽക്കുന്ന ഒട്ടനവധി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഡബിൾ ഡെസ്റ്റിനി ഉള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു ബന്ധം സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. ഒരു വ്യക്തിക്ക് ഒരു സോൾമേറ്റ് തന്നെ ഉണ്ടാകണം എന്നൊന്നും നിർബന്ധമില്ല. ചിലവർക്ക് രണ്ടോ മൂന്നോ നാലോ അതിലധികമോ സോൾമേറ്റുകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഒന്നോ ഒന്നിലധികമോ സോൾമേറ്റുകൾ ഉണ്ടാകാം. ഈ വ്യക്തിക്കും അതേ അവസ്ഥ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ചുറ്റിനും അതുപോലെ നിങ്ങൾക്ക് ചുറ്റിനും വേറെയും മനോഹരമായിട്ടുള്ള സോളുകൾ വട്ടമിട്ട് പറക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും കല്യാണാലോചന എന്നുള്ള രീതിയിലോ പ്രപ്പോസൽ എന്നുള്ള രീതിയിലോ മറ്റു പല പ്രപ്പോസൽസും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും വളരെയധികം ചില സമയങ്ങളിൽ കൺഫ്യൂഷനായി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത്തരം ആശയക്കുഴപ്പങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രണയബന്ധത്തിന്റെ പവിത്രതയിലേക്കാണ് നിങ്ങൾ രണ്ടുപേരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ബന്ധങ്ങൾ ചിലപ്പോൾ ഇതിനിടയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ടാകാം. അത് ബന്ധം തന്നെ ആകണമെന്നില്ല, കേവലം ഒരു അട്രാക്ഷനോ ആകർഷണമോ ഒരു താല്പര്യമോ ആയിരിക്കാം. പക്ഷേ ഈ ഒരു പ്രണയബന്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് വേറെ ഏതെങ്കിലും ബന്ധത്തിലേക്ക് പോകാനും നിങ്ങൾ രണ്ടുപേരും ഒരേ സമയം ചിന്തിക്കുകയും അത് ജസ്റ്റ് ഒന്ന് പ്രവർത്തിച്ചു നോക്കിയിട്ടും ഉണ്ടാകാം. പക്ഷെ അതൊന്നും പ്രാവർത്തികമാകുന്നില്ല എന്നുള്ള നഗ്ന സത്യം നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. ആ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ രണ്ടുപേരും പല സാഹചര്യങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തി രാജകുമാരൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ രാജകുമാരന് ചേർന്നിട്ടുള്ള രാജ്ഞി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ രണ്ടുപേർക്കും ഇടയിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ കാണുവാൻ സാധിക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഒട്ടനവധി ശത്രുക്കൾ ഈ ഒരു ബന്ധത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ പോലും അവിടെ തടസ്സങ്ങൾ വന്ന് നിങ്ങൾ രണ്ടുപേരെ വ്യത്യസ്ത ദിശയിലേക്ക് വിട്ടുകളയുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇനി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തിയോ നിങ്ങളോ താല്പര്യപ്പെടുന്നില്ല. വളരെ നല്ല രീതിയിലുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടു പേർക്കും പലപ്പോഴും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം മറ്റു പല കാര്യങ്ങളിൽ വളരെയധികം കാര്യക്ഷമതയും ഊർജവും ഉത്സാഹവും ഉന്മേഷവും ഉണ്ടായിരിക്കാം. പക്ഷെ ഈ പ്രണയബന്ധത്തിലേക്ക് വരുമ്പോഴോ ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴോ നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ വേണ്ട വിധത്തിലുള്ള ആ ഒരു ഊർജവും ഉത്സാഹവും ഇല്ലാതിരിക്കുന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു ലക്ഷണം തന്നെയാണ്. അപ്പൊ അത് തീർത്തും ഒരു ദുഷ്ട ശക്തികളുടെയോ ശത്രുക്കളുടെ ആ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ടോ ആയിരിക്കാം. പക്ഷെ അതിൽ നിന്നുമൊക്കെ നല്ല രീതിയിൽ മോചനം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വളരെയധികം സ്വതന്ത്രം അല്ലെങ്കിൽ സ്വാതന്ത്ര്യതയെ സൂചിപ്പിക്കുന്ന കാർഡ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. അത് 6 ഓഫ് ഫയർ ആണെങ്കിലും ഏസ് ഓഫ് ഫയർ ആണെങ്കിലും ഏസ് ഓഫ് വാട്ടർ, ഏസ് ഓഫ് എർത്ത്, 7 ഓഫ് എയർ, അതുപോലെ 7 ഓഫ് ഫയർ, ഇത്തരം കാർഡ്സ് വളരെയധികം സ്വാതന്ത്ര്യത്തെയും സമാധാനത്തെയും സന്തോഷത്തെയും അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും പറ്റുന്ന ഒരു കഴിവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അത് കേവലം ഒരു നിസ്സാരമായിട്ടുള്ള ഊർജമല്ല. അപ്പൊ തീർത്തും നിങ്ങൾക്ക് രണ്ടുപേർക്കും വ്യത്യസ്ത ഡെസ്റ്റിനികൾ ഉണ്ടാകാം, സോൾമേറ്റുകൾ വേറെയും ഉണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ മാത്രമേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം കൂടെ നിങ്ങളുടെ രണ്ടുപേരുടെയും സോളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതുമായിട്ടാണ് കാണിക്കുന്നത്.
ഇതിനോടകം പലതരത്തിലുള്ള ദാമ്പത്യ ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ പ്രണയബന്ധമായിരിക്കാം, കണക്ഷൻ ആയിരിക്കാം നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വന്നു പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാകാം. പക്ഷേ അതിലേക്കൊന്നും നിങ്ങൾ എത്തി നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറൊരു ബന്ധത്തിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും വിജയിച്ചില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു ബന്ധം ഒരിക്കലും അത് അവസാനിക്കുന്നതല്ല. അതെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് ഒരു പരമ സത്യമാണ്, ഒരു പരമമായ ഒരു സത്യമാണ്. അപ്പൊ അതുകൊണ്ട് ഏതാനും ചില തടസ്സങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മുന്നിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തീർത്തും അത് മാറാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. വളരെയധികം പ്രാവുകളെയും അതുപോലെ തന്നെ അരയന്നങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന കാർഡ്സ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ പോസിറ്റീവാണ്. വളരെ സ്വാതന്ത്ര്യതയെയും സ്വതന്ത്രമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും അഭിപ്രായം പറയുവാനും ഒക്കെ സാധിക്കുന്ന ഒരു അവസരം നിങ്ങളെ രണ്ടുപേരെയും തേടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇന്നു മുതൽ ഈ വായന കേൾക്കുന്നതോടുകൂടി നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും നിങ്ങൾക്കും ഇടയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരയ്ക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.